ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അണപ്പാറ എസ്റ്റേറ്റ്. അണപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് 3 തള്ളക്കോഴികളുണ്ട്. ഈ 3 തള്ളക്കോഴികൾ അടയിരുന്നിട്ട് ഒരുമിച്ച് അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളും തള്ളക്കോഴികളാണ് ഈ കാണുന്നത്. ഇവരൊരുമിച്ച് ആണ് സ്റ്റേ ചെയ്യുന്നതും നടക്കുന്നതും. പക്ഷേ കുട്ടികളെ മാത്രം നോക്കുന്നത് ഇവർ ഡിവൈഡ് ചെയ്ത് 3 കുട്ടികൾ വേറെ, ഒരു കുട്ടി വേറെ, 2 കുട്ടി വേറെ ആയിട്ട് അങ്ങനെ 3 തള്ളക്കോഴികൾ 3 കുഞ്ഞുങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടാണ് നോക്കുന്നത്. നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇവരെ മെയിൻ ആഹാരം നമ്മുടെ ചാണകക്കുഴിയിൽ നിന്ന് കിട്ടുന്ന പുഴുക്കൾ തന്നെയാണ്. ചാണകം ചിക്കിച്ചകഞ്ഞ് ഉള്ള പുഴുക്കളൊക്കെയാണ് മെയിനായിട്ട് ഈറ്റങ്ങൾ തിന്നുന്ന ആഹാരം. പിന്നെ നമ്മുടെ വീടുകളിൽ നിന്നും ബാലൻസ് വരുന്ന കുറച്ച് വേസ്റ്റ് ഫുഡും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് കോഴികളെ വളർത്താൻ നമുക്ക് ചിലവ് വരുന്നില്ല. 0 കോസ്റ്റാണ്. നമുക്ക് മുട്ട കിട്ടുന്നുണ്ട്. പുതിയ കോഴികൾ വരുന്നുണ്ട്. നമ്മളൊരു ആദ്യത്തെ ബാച്ചിനെ മരപ്പട്ടി കടിച്ച് ഒരു 24 കോഴി നമുക്ക് മിസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വീണ്ടും അടയിരുന്ന് നാച്ചുറലായി തന്നെ അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ആണ് നമ്മളെ ഫാമിലുള്ളത്. അപ്പോൾ ഈ രസകരമായിട്ടുള്ളൊരു ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എല്ലാവരും ഒരുമിച്ചാണ് കൂട്ടി കയറുന്നതും. ഒരു ചെറിയ കൂട്ടി തന്നെയാണ് ഈ എല്ലാ കോഴികളും വൈകുന്നേരം മുളയുന്നതൊക്കെ സെയിം ഈ ഒരു കൂട്ടി തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കൂ ഈ വീഡിയോ. തുടക്കത്തിൽ കോഴികളെ അഴിച്ചു വിടുമ്പോൾ കുഞ്ഞുങ്ങൾ, അതായത് മുളയണ സമയത്ത്, അതായത് ഇറ്റുങ്ങൾ കൂട്ടിൽ കയറുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചിടേണ്ട അവസ്ഥ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു ചെരിഞ്ഞൊരു സംഭവം വെച്ചു കൊടുത്തു. കോഴികളെ അതിലൂടെ കയറ്റി പഠിപ്പിച്ചു. ഒറ്റ തവണ നമ്മൾ പഠിപ്പിച്ചാൽ മതി, പിന്നെ ഇറ്റുങ്ങൾ അത് യൂസ് ചെയ്തോളും. അപ്പോൾ ഒരു 2 കോഴികൾ അതിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ പിടിച്ച് നിൽക്കണ കാരണം പ്രൊട്ടക്ഷന് വേണ്ടി വീണ്ടും പുറത്തിറങ്ങും, വീണ്ടും അകത്ത് കയറും. ഇപ്പോൾ കാണാം നമുക്ക് ഓരോരുത്തരായിട്ട് കൂട്ടി കയറുന്നത്. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന കോഴിയും അകത്ത് കയറിയിട്ടുണ്ട്, കയറാൻ പോണു. അവനും കയറിയപ്പോൾ ഞാൻ നേരെ ഡോറടച്ചു. പിന്നെ ഈ മറ്റേ അപ്പുറത്തുള്ള കൂട്ടിലും കോഴികളെല്ലാം കയറിയിട്ടുണ്ട്. അതിൽ 6 മണി സമയത്തോടെ എല്ലാ കോഴികളും, നമ്മുടെ ഫാമിലെ കോഴികളൊക്കെ കൂട്ടി കയറും. പിന്നെ താറാവും അകത്തുള്ള അവനെ കുറച്ച് ഇരുട്ടിയിട്ട് നമ്മൾ പിടിച്ചിടാം. ലാസ്റ്റ് ഫാമിൽ നിന്ന് പോണ സമയത്ത് പിടിച്ചിടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട്